ലിഖ സ്ക്രീൻ ഷെയർ ചെയ്തോളൂ കേട്ടോ. ശരി. ചോദിച്ചു നോക്കട്ടെ. ഷെയർ ചെയ്തോ ലിഖ. ഹായ് മാം. ഹായ് മാം, എനിക്കിത് റൺ ചെയ്തിട്ട് എറർ ഒന്നുമില്ല, പക്ഷെ അത് അവിടെ തന്നെ നിൽക്കുക. ഓക്കെ, ഒന്ന് കാണിച്ചേ. ഷെയർ ചെയ്തേ റിൻറ്റു ഒന്ന്. ഷെയർ ചെയ്യാം, ഒരു മിനിറ്റ്. പൈച്ചാം ഓപ്പൺ ആയിട്ട് കറങ്ങി നിൽക്കുക, ഒരു മിനിറ്റ്. ഓക്കെ, മാം ഷെയർ ചെയ്യട്ടെ മാം? ഷെയർ ചെയ്യും. സുബിറ്റി ഓക്കെ ആയോ? ഡയാന അറിയോ? അറിയില്ല മാം. ഓക്കെ, ഏതാ സ്റ്റക്കായി നിൽക്കുന്നെന്ന് പറയണം. മാം ഇത് കണ്ടോ? ഇപ്പൊ നമ്മള് ഹോം പേജും ലോഗിൻ പേജും ഒക്കെ ചെയ്തായിരുന്നല്ലോ, പിന്നെ അഡ്മിൻ യൂസേഴ്സും മാനേജ് ന്യൂസും അല്ലായിരുന്നു നമുക്ക് വേണ്ടേ. ഈ രണ്ടെണ്ണത്തിൽ ചെയ്തപ്പോഴാണ് ഞാൻ കാണിക്കാം, റൺ ചെയ്യാവേ. ഇപ്പോ റൺ ചെയ്യുന്ന ടെസ്റ്റ് ഹോം ആണ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് അടുത്തൊരു കേസ്. ഒരു മിനിറ്റ് മാം. അതങ്ങനെയേ വരത്തുള്ളൂ. അത് മറ്റേ ക്ലാസ് എടുത്ത് റൺ ചെയ്യണം. ഏത്? മാനേജ് ടെസ്റ്റ് എടുത്തേ, മാനേജ് ന്യൂസ് ടെസ്റ്റ് എടുത്തേ. മാനേജ് ന്യൂസ്, ടെസ്റ്റ് മാനേജ് ന്യൂസ്, ടെസ്റ്റ് മാനേജ് ന്യൂസ്. ഓക്കെ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേ. ഇതെന്തിനാ മാം ഇത് എക്സിക്യൂട്ട് ചെയ്യണം? നമ്മൾ ഇവിടെയല്ലേ മാനേജ് ന്യൂസിലല്ലേ മാം ചെയ്തേ? ചേഞ്ചസ് എവിടെ അപ്ലൈ എവിടെ ഏതാ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നിട്ട്? ടെസ്റ്റ് മാനേജ് ന്യൂസ് ആണോ? പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലോഗിൻ പേജും ഹോം പേജും എല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യല്ലേ ചെയ്തേ? പേജ് ക്ലാസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വിഷയം. ഒരു മിനിറ്റ്. ചിത്ര. മാം, സമയം പോയത് കണ്ടില്ല, അതാ. ഓക്കെ എടാ, ഈ വീക്കിൽ നമ്മുടെ പ്രൊജക്ട് തീർക്കണം കേട്ടോ, അപ്പൊ ലീവ് ആക്കരുതേ. ഇല്ല മാം, ഇല്ല. മാനേജ് ന്യൂസിൽ പോയി, പിന്നെ അതിന്റെ ന്യൂസിൽ പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്ന് നിൽപ്പുണ്ട് ഇവിടെ. ഓക്കെ, ഹോം വർക്കായി. ഇനി നെക്സ്റ്റ് അടുത്ത ലോഡ് ആവുന്നുണ്ടോ നോക്കിയാ. മാനേജ് ന്യൂസ് ഇനിയിപ്പോ അഡ്മിൻ ന്യൂസ് അല്ലേ മാം? അഡ്മിൻ ന്യൂസ് ഇതല്ലേ നമ്മള് ഈ ഡെഫിനിഷൻ അല്ലേ ചെയ്യണ്ടേ, റൺ ചെയ്യണ്ടേ? അതന്നെ, ഡെഫ് റൺ ചെയ്തോ. ഇല്ല, ഫെയിൽഡ് ആയി. അവിടെ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ആയില്ലല്ലോ. യൂസർ ടൈപ്പ് വന്നില്ല. ഒരു മിനിറ്റ് മാം. അഡ്മിൻ യൂസേഴ്സിനകത്ത് സെലക്ട് ആയിട്ട് യൂസർ ടൈപ്പ് ഇങ്ങനെ തന്നെ കൊടുത്തത്. ഞാൻ സെലക്ട് യൂസർ ടൈപ്പ്. അതിന്റെ കോഡ് കാണിക്കുക. ഇങ്ങനെ കൊടുത്തു. ടെസ്റ്റ് അഡ്മിൻ യൂസേഴ്സിലേക്ക് വന്ന്. ടെസ്റ്റ് അഡ്മിൻ യൂസേഴ്സ് താഴേക്കോ. താഴെ മുകളിലേക്ക്.
ഇല്ല മാം ഇത് കുറച്ചുകൂടെ മുകളിലേക്ക് പോട്ടെ. സെലക്ട് യൂസർ ടൈപ്പ് എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? ഡബിൾ കോഡ്സിൽ എന്തിനാ കൊടുത്തിരിക്കുന്നത്? സെലക്ട് യൂസർ ടൈപ്പിൽ എന്താ പാസ് ചെയ്യുന്നടാ? അല്ല മാം ഒരു മിനിറ്റ്, അവിടെ പാരാമീറ്റർ എന്താ ആവശ്യമില്ലല്ലോ, ഇൻഡെക്സ് അല്ലേ കൊടുക്കുന്നേ. ബാക്ക് സ്പേസ് അടിച്ചേ. ഇത് മൊത്തം ബാക്ക് സ്പേസ് അടിക്കണം. പാരാമീറ്റർ വേണ്ടല്ലോ അതിന്, എന്തിനാ പാരാമീറ്റർ? കാരണം ഇവിടെ നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്യുവല്ലേ. ബൈ ഇൻഡെക്സ് അല്ലേ ചൂസ് ചെയ്യുന്നേ. ബൈ ഇൻഡെക്സ് യൂസ് ചെയ്യുന്ന എന്തിനാ പാരാമീറ്റർ? ഓക്കെ 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 ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ. അഡ്മിൻ യൂസേഴ്സിലേക്ക് പോവാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അവിടെ എന്തോ ഞാൻ ഇവിടെ ഇവിടെ അത് കൊടുത്തേ. അതൊന്നും വേണ്ട, യൂസർ ടൈപ്പ് വേണ്ട. സെലക്ട് അതല്ലാതെ അതവിടെ കളയല്ലേ, അവിടെ സെയിം, അവിടെ മാറ്റില്ലേ. ഇവിടെ ഇത് വേണോ? ഇത് ഞാൻ പാരാമീറ്റേഴ്സ് എല്ലാം റിമൂവ് ചെയ്യും, സെൽഫ് മാത്രം മതി അവിടെ. അത് എനിക്കുണ്ടല്ലോ, എറർ അടിച്ചപ്പോ ഞാൻ എന്തോ ക്ലിക്ക് ചെയ്യപ്പോ അങ്ങനെ കയറി വന്നതാ. അപ്പൊ എറർ ഇല്ലാത്തതാണ്, പിന്നെ ഞാൻ അത് അങ്ങനെ തന്നെ വെച്ചതാണ്. എനിക്കത് ക്ലിക്ക് ആയില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേന്നുള്ളത്. കണ്ടോ അവിടെ ഇനി ഇവിടെ ഇനി മുകളിലേക്ക് പോയിക്കേ. ലൊക്കേറ്റർ എന്താ കൊടുത്തേക്കുന്നേ? സെലക്ട് യൂസർ ടൈപ്പ് ലൊക്കേറ്റർ. സ്റ്റാർ സെൽഫ് ഡോട്ട് സെലക്ട് യൂസർ ടൈപ്പ് ലൊക്കേറ്റർ. എവിടെയാ താഴേക്ക് എറർ അടിച്ചെടുത്ത് അത് കോപ്പി എടുത്ത വേരിയബിൾ നെയിം കോപ്പി എടുത്തില്ല, നമ്പർ 13 ഇതാ ഇതല്ലേ? യെസ് അത് തന്നെ. ഇനി ഇവിടെ സെലക്ട് യൂസർ ടൈപ്പ് വാല്യൂ ഇവിടെ പാസ് ചെയ്യേണ്ടത് സെലക്ട് യൂസർ ടൈപ്പ് ഫീൽഡ്. സെലക്ട് യൂസർ ടൈപ്പ് ഫീൽഡ് ഈക്വൽ ടു സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് അങ്ങനെ കൊടുക്കണോ? അല്ല, എങ്ങനെയാ കൊടുത്തേക്കുന്നേ? സെലക്ട് ഈക്വൽസ് നമ്പർ 35 is select equals 35 ൽ സെലക്ട് യൂസർ ടൈപ്പ് ഫീൽഡ് ഈക്വൽസ് സെലക്ട് യൂസർ ടൈപ്പ് ഫീൽഡിൽ സെലക്ട് ആക്കുക. അത് ഇതാ ലൊക്കേറ്ററോ? സെലക്ട് അവിടെ സെലക്ട് കൊടുക്കുക. ഇനി അവിടെ സെലക്ട് ഓഫ് സെലക്ട് യൂസർ ടൈപ്പ് ഫീൽഡ് കൊടുക്കുക. സെലക്ട് യൂസർ ടൈപ്പ് എറർ അടിച്ചിട്ടുള്ള സെലക്ട് യൂസർ ടൈപ്പ് മാറ്റി സെലക്ട് യൂസർ ടൈപ്പ് ഫീൽഡ്. ഫീൽഡ് കാരണം എന്താ? ഫീൽഡ് കൊടുക്കാൻ എന്താ കാരണം പറഞ്ഞേ? മുകളിൽ നോക്ക്, പാസ്വേഡ് അഡ്മിനും ഇത് തമ്മിൽ കമ്പയർ ചെയ്യാം, അപ്പൊ കിട്ടും. അതാ ഞാൻ കമ്പയർ ചെയ്തോണ്ടിരിക്കണേ. ഇവിടെ ഇപ്പൊ നമ്മൾ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് സ്റ്റാർ സെൽഫ് പാസ്വേഡ് അഡ്മിൻ ലൊക്കേറ്റർ നമ്മൾ ഇവിടെ പാസ് ചെയ്തു. ഓക്കെ, ഇതുപോലെ അവിടെ ചെയ്തു. ലൈൻ നമ്പർ 33 ചെയ്തു. ലൈൻ നമ്പർ 33 നമ്മൾ ചെയ്തത് മാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് യൂസർ ടൈപ്പ് ഫീൽഡ് ഈക്വൽസ് സെലക്ട് ഫോർമാറ്റ് എങ്ങനെയാ പറഞ്ഞേ റിന്റു? എന്തോ ഡ്രോപ്പ് ഡൗൺ സെലക്ഷന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞേ. സെലക്ടിന്റെ ഒബ്ജക്ട് ഈക്വൽസ് സെലക്ട് ഓഫ് ഡ്രോപ്പ് ഡൗൺ ഐറ്റം സംതിങ് ആണ്, അതെ ഒബ്ജക്റ്റ് ആണ് അല്ലേ? സെലക്ട് ഓഫ് എന്താ പാസ് ചെയ്യണ്ടേ? ലൊക്കേറ്റർ വാല്യൂ, ഡ്രോപ്പ് ഡൗൺ സെലക്ടർ വാല്യൂ. അപ്പൊ സെലക്ട് ഈക്വൽ സെലക്ട് ഡോട്ട് സെലക്ട് യൂസർ ടൈപ്പ് ഫീൽഡ് എന്ന് കൊടുക്കണോ? യെസ്. ഇനി എന്ത് ചെയ്യാ? സെലക്ട് ഒരു മിനിറ്റ്, അങ്ങനെയല്ലല്ലോ മാം. അയ്യോ തെറ്റി, കുറച്ചിനടുത്ത് കറക്റ്റാ. അത് ഇനി കൺഫ്യൂസ് ചെയ്യിക്കല്ലേ. സെലക്ട് ഓഫ് ബ്രാക്കറ്റ്സിൽ തന്നെ. എന്താ പറ്റിയ റിന്റു? എങ്ങനെയാ സെലക്ടിന്റെ ഫോർമാറ്റ് ഒന്ന് പറഞ്ഞേ. ഞാൻ പറയാം. ഇത് എങ്ങനെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കണ ഈ സംഭവം കഴിഞ്ഞില്ല. ഇവിടെ ഇത് തന്നെ സെലക്ട് ഈക്വൽ സെലക്ട് യൂസർ ടൈപ്പ്, ഇത് ഈ സംഗതി. അത് അങ്ങനെ കോപ്പി എടുത്തേ. അവിടുന്ന് ആ 2 ലൈൻസ് കോപ്പി എടുത്തേ. നേരെ അഡ്മിൻ യൂസേഴ്സിൽ വരിക. അഡ്മിൻ യൂസേഴ്സിൽ ഈ 35 36 പകരം ലൈൻ ഞങ്ങൾ പ്ലേസ് ചെയ്തേ. എന്നിട്ട് ആ സെലക്ട് യൂസർ ടൈപ്പിന്റെ അവിടെ സെലക്ട് യൂസർ ടൈപ്പ് ഫീൽഡ് എന്ന് കൊടുക്കുക.
ഇനി നോക്കിയേ, ഇനി അതിന്റെ ഫ്ലോ എന്ന് പറഞ്ഞ ഇത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കാരണം ദേ ഈ പാസ്വേഡ് അഡ്മിൻ ഫീൽഡില് പാസ്വേഡ് നമ്മൾ കൊടുത്തേക്കണം നോക്കി കണ്ടോ. ആ ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് പാസ്വേഡ് അഡ്മിൻ ഫീൽഡ്, ആ പാസ്വേഡ് അഡ്മിൻ ഫീൽഡ് ഡോട്ട് സെൻഡ് കീസ് ആണ് കൊടുത്തത് അല്ലേ? അതെ. അത് സെൻഡ് കീസിന്റെ ഫോർമാറ്റ്. സെലക്ട് ഇവിടെ നമ്മൾ സെലക്ട് ഈക്വൽ സെലക്ടിനകത്ത് ഈ സെലക്ട് യൂസർ ടൈപ്പ് ഫീൽഡ് പാസ് ചെയ്തു. എന്നിട്ട് ആ സെലക്ടിന്റെ ഒബ്ജക്റ്റ് ലിസ്റ്റിലെ നമ്മൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാ. അങ്ങനെയല്ലേ നമ്മൾ ഡ്രോപ്പ് ഡൗൺ പഠിച്ചേ? അപ്പൊ മനസ്സിലായ മിസ്റ്റേക്ക് എന്താന്ന് ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്തേ. ടെസ്റ്റ് അഡ്മിൻ യൂസർ കിട്ടി. ഞാൻ എനിക്കിത് ഒരു പിടുത്തവും കിട്ടിയില്ല. ഞാൻ ആ മറ്റേത് വെച്ച് കമ്പയർ ചെയ്ത് ചെയ്യുക ചെയ്തേ. ഓക്കെ, ഇനി എല്ലാരും ഒരു കാര്യം ചെയ്യാം, നമ്മൾ ആ യൂട്ടിലിറ്റീസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യോടാ. എക്സൽ യൂട്ടിലിറ്റിയുള്ളൂ. ഓക്കെ, നമ്മൾക്കിനി അടുത്തൊരു കൺസെപ്റ്റ് പഠിക്കാം, വെയ്റ്റ്സ്. എന്താ വെയിറ്റ്? ഓക്കെ. വെയ്റ്റ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇതുവരെ നമ്മൾ കുറെ ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്ത് ഓർക്കുന്നില്ലേ? എന്തിനു വേണ്ടിയാ കൊടുത്തേ? ബേസിക് ആയിട്ട് നമ്മുടെ എക്സിക്യൂഷനെ ഒന്ന് പോസ് ചെയ്യിക്കാനായിട്ട് അല്ലേ? സോ അതിന് പകരം നമ്മൾക്ക് വെയിറ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഓട്ടോമേഷൻ ടെസ്റ്റിംഗിൽ. അതായത് ലെറ്റ്സ് സേ എൻ്റെ ആപ്ലിക്കേഷൻ ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഡ്യൂ ടു നെറ്റ്വർക്ക് ഇഷ്യൂസ് ഓർ സംതിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് എൻ്റെ ആപ്ലിക്കേഷനോട് പറയാം, വെയിറ്റ് ഫോർ സം ടൈം, വെയിറ്റ് ഫോർ 10 seconds എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. മാം, അതായത് ഈ ടൈം ഡോട്ട് സ്ലീപ്പിനും വെയിറ്റിനും ഒരേ ഫങ്ഷണാലിറ്റി ആണ്. പക്ഷെ നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? വെയിറ്റ്സ് ആയിരിക്കും. മനസ്സിലായോ? മാം, ഈ ടൈം ഡോട്ട് സ്ലീപ്പിന് ഈക്വലന്റ് ആണോ വെയിറ്റിന്റെ ഫങ്ഷണാലിറ്റി? ഈക്വലന്റ് ആണ്, യെസ്. ടൈം ഡോട്ട് സ്ലീപ്പിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. ടൈം ഡോട്ട് സ്ലീപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എന്താ പറയാ, പൈത്തണിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ അത് കോഡിൽ ഉപയോഗിക്കാൻ പാടില്ല അല്ലേ? ഇല്ല, കോഡിൽ യൂസ് ചെയ്യാൻ പാടില്ല ആക്ച്വലി. സോ അതിന് പകരം നമുക്ക് വെയിറ്റ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലായിടത്തും കൊണ്ടുപോയി ഇടരുത്, ദർ ഇസ് എ ലിമിറ്റേഷൻ. ഒരു കാര്യം ചെയ്യാം, എല്ലാരും മറ്റേ കോൺഫ് ടെസ്റ്റ് PY എടുത്ത ടെസ്റ്റില് അതില് ഞാൻ ഈ തരുന്ന ലൈൻ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ തരാതെ ഹോൾഡ് ചെയ്യണേ. അതായത് വെയിറ്റ്സ് 2 തരത്തിലുണ്ട്, ഇംപ്ലിസിറ്റ് വെയിറ്റും ഉണ്ട്, എക്സ്പ്ലിസിറ്റ് വെയിറ്റും ഉണ്ട്. ഓക്കെ മാം, ഇതല്ലേ സെലീനിയത്തിൽ കോൺഫ് ടെസ്റ്റ് PY ഓപ്പൺ ചെയ്യാ. അതില് നമ്മളുടെ ബ്രൗസർ ഇൻസ്റ്റൻസിൽ yield ഡ്രൈവർ കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ ആയിട്ട് പ്ലേസ് ചെയ്തു. സോറി, yield ഡ്രൈവറിന് മുൻപ്, തെറ്റി പറഞ്ഞാണേ, yield ഡ്രൈവറിന് മുന്നേ. എക്സൽ യൂട്ടിലിറ്റിക്കകത്തല്ലേ മാം? കോൺഫ് ടെസ്റ്റ് PY ന്റെ അകത്തടാ. അയ്യോ, സോറി. ഞാന് എന്താ പറ്റേ വയ്യേ? ജലദോഷം ഉണ്ടോ? നല്ല ജലദോഷം, തൊണ്ടവേദന ഉണ്ട് എനിക്ക്. ഇന്നലെ കഴിഞ്ഞ ദിവസം എന്റെ മോൾക്ക് സോഫ കിടക്കണം നിർബന്ധം. എനിക്ക് കിടക്കാൻ സ്ഥലം, ഞാൻ നിലത്താ കിടന്നത്. അതുകൊണ്ട് അതിന്റെ ബാക്കിയായിട്ട് കിട്ടിയതാ. നല്ല അസല് ജലദോഷം കിട്ടി. അത് ഫാൻ ഫുൾ സ്പീഡിൽ വേണം താനും അവൾക്ക്. രണ്ടും കൂടെ എനിക്ക് പണി കിട്ടി. അപ്പോൾ ഇംപ്ലിസിറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഗ്ലോബലി അപ്ലൈ ചെയ്യുന്ന വെയിറ്റ് ആണ്.
അതെ, നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക എപ്പോഴാന്ന് വെച്ചാൽ നമ്മളുടെ URL ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ബ്രൗസർ ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യത്തില്ലേ, ആ ആ സമയത്തൊക്കെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് വെയിറ്റ് അപ്ലൈ ചെയ്യുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ URL ലോഡിംഗ് ആൻഡ് URL ലോഡിംഗ് ആൻഡ് general use cases. ജനറൽ യൂസ് കേസസ്. യൂസ് കേസസ്. ഇനി ലെറ്റ്സ് സേ അപ്ലിക്കേഷനിൽ ഒരു സ്പെസിഫിക് എലമെന്റിന് മാത്രമേ ഇഷ്യൂ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു സ്പെസിഫിക് എലമെന്റ് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അതിൽ ഏതെങ്കിലും ഒരു എലമെന്റിന് മാത്രമേ പ്രശ്നമുള്ളൂ. ഇപ്പൊ ലെറ്റ്സ് ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ ലോഡ് ആവാനാണ് ടൈം എടുക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ എൻ്റെ അപ്ലിക്കേഷനെ ഈ ഒരു ബട്ടണിന് വേണ്ടി വെയിറ്റ് ചെയ്യിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. പകരം എനിക്ക് എന്ത് ചെയ്താൽ മതി, എനിക്ക് ഈ ഒരു ബട്ടൺ ലോഡ് ആവുന്ന സമയത്ത് മാത്രം ഒരു വെയിറ്റ് അപ്ലൈ ചെയ്താൽ മതി അല്ലേ? അതിനെയാണ് എക്സ്പ്ലിസിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ പറയാം മാമനെ. വെയിറ്റ്സ് ദാറ്റ് ആർ അപ്ലൈഡ് ഇൻഡിവിജ്വലി ടു ദ that are applied for individually for elements elements ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണോ അവിടെ എല്ലാവർക്കും? വെയിറ്റ്സ് എന്താണെന്ന് ക്ലിയർ ആണോ? അതെ മാം. ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്യൂ, കോഡ് എടുത്തേടാ. നമ്മളുടെ ഹോം പേജ് എടുക്കാം. പേജസിൽ ഏതെങ്കിലും ഒരു പേജ് എടുത്ത ലോഗിൻ പേജോ ഏതെങ്കിലും. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ യൂട്ടിലിറ്റി തരാം. 1 സെക്കൻഡ്. യൂട്ടിലിറ്റീസ് പാക്കേജിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ, വെയിറ്റ് യൂട്ടിലിറ്റി .py. ബേസ് യൂട്ടിലിറ്റി അല്ലേ? വെയിറ്റ് യൂട്ടിലിറ്റി. യെസ്. മാം ഒരു സെക്കൻഡ്. ക്ലാസ് ക്രിയേറ്റ് ചെയ്തു കേട്ടോ. എന്തോ മാം പറഞ്ഞേ? ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനല്ലടാ, ഫംഗ്ഷൻ ബ്രാക്കറ്റ് വേണ്ട, ഇൻഹെറിറ്റ് ചെയ്യാനൊന്നുമില്ല. സോറി. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചാറ്റിൽ വന്നിട്ടുള്ള കോഡ് പ്ലേസ് ചെയ്തോ. ഓക്കെ. എനിക്കൊന്ന് വെബ് ഡ്രൈവ്. ഏതാ ടെലന്റ് അല്ല കേട്ടോ. ഇമ്പോർട്ട്സ് റിമൂവ് ചെയ്യൂ. ഇത് വേണ്ടല്ലേ? ഓക്കെ, വേണ്ട, ഞാൻ തരാം. ഇത് മാത്രം മതി അമ്മ. ഇമ്പോർട്ട്സ് എല്ലാം റിമൂവ് ചെയ്തോ, ഞാൻ തരാം. ചാറ്റിലുണ്ട്, എടുത്തോളൂ. ഓക്കെ,
ഇപ്പൊ നിങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ്. അതായത് വെബ് ഡ്രൈവർ വെയിറ്റ് ബ്രാക്കറ്റ്സിൽ ഡ്രൈവർ കോമ ഒരു സ്പെസിഫിക് വെയിറ്റ് വാല്യൂ. നമ്മൾ 5 സെക്കൻഡ്സ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, എക്സ്പ്ലിസിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു ആൻഡ് അതിനെ നമ്മൾ പാസ് ചെയ്തു. ഇതിന് പകരം നിങ്ങൾ ഡ്രൈവർ കോമ 5 എന്ന് കൊടുത്താൽ അതും വർക്ക് ആവും. ഓക്കെ, എക്സ്പ്ലിസിറ്റ് വെയിറ്റിന് പകരം അല്ലേ? യെസ്, അതെ. അതായത് വെബ് ഡ്രൈവർ വെയിറ്റ് ഡ്രൈവർ ഒബ്ജക്ട് കോമ ടൈം ഔട്ട് ഡോട്ട് അൺടിൽ എക്സ്പെക്റ്റഡ് കണ്ടീഷൻസ് ഡോട്ട് എന്താണോ എന്റെ വെയിറ്റ് എന്താണോ എനിക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. എനിക്ക് ചിലപ്പോൾ എന്തായിരിക്കും, ഒരു എലമെന്റ് ക്ലിക്കബിൾ ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു എലമെന്റ് ഡിസ്പ്ലേ ആവുന്നതായിരിക്കാം. പല തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെയിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ പല തരത്തിലുള്ള കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ഞാനിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് മോസ്റ്റ് കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന എക്സ്പ്ലിസിറ്റ് വെയിറ്റ്സ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സിന്റാക്സ് ആണോ നമ്മൾ ആഡ് ചെയ്യേണ്ട? അതെ, എക്സ്പ്ലിസിറ്റ് വെയിറ്റിന്റെ സിന്റാക്സ് ആണത്. വെബ് ഡ്രൈവർ വെയിറ്റ് ഓഫ് ഡ്രൈവർ കോമ വെയിറ്റ് ടൈമർ ഡോട്ട് അൺടിൽ. അത് കഴിഞ്ഞ് ബ്രാക്കറ്റ്സിൽ വരുന്നത് എന്താണ്, എക്സ്പെക്റ്റഡ് കണ്ടീഷൻ ഡോട്ട് എന്താണോ വരുന്നത്. ഇപ്പൊ ഇവിടെ കണ്ടോ, എക്സ്പെക്റ്റഡ് കണ്ടീഷൻ ഡോട്ട് ഈസിച്ച് എക്സ്പെക്റ്റഡ് കണ്ടീഷൻ ആണ് ഡോട്ട് പ്രസൻസ് ഓഫ് എലമെന്റ് ലൊക്കേറ്റഡ്. കണ്ടോ, ക്യാൻസൽ ബട്ടണിലാണോ അവിടെ? അതെ അതെ, ക്യാൻസൽ ബട്ടൺ ടെക്സ്റ്റ് പാത്ത് ആണ് ഈ കിടക്കുന്നത്. ഈ ക്യാൻസൽ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസന്റ് ആണോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതാണ് ഇഫ് ലോഗ് ഔട്ട് ഈസ് ഡിസ്പ്ലേഡ്, അതും അല്ലെങ്കിൽ ഏതാണ് വെയിറ്റ് അൺടിൽ ടെക്സ്റ്റ് ഈസ് ഡിസ്പ്ലേഡ്. അങ്ങനെ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും എക്സ്പ്ലിസിറ്റ് വെയിറ്റ്സ് എഴുതാനായിട്ട് പറ്റും. മനസ്സിലായടാ? താഴേക്ക് വന്നേടാ, നീ താഴേക്ക് വന്നേ. സോ ഇങ്ങനെ ഇവിടെ ആ ക്യാൻസൽ ലിങ്ക് ഈസ് ഡിസ്പ്ലേഡ്, അതപ്പോ അതിന്റെ ഒരു മീനിങ് എന്തായിട്ട് വരും? സാധാരണ രീതി നമ്മൾ എക്സ്പാത്ത് എടുക്കുമ്പോ തന്നെ അത് അവിടെ ഉണ്ടാവില്ലേ? ഈ പറയുന്ന സിനാരിയോ എന്ന് വെച്ചാല് ഈ ക്യാൻസൽ ബട്ടൺ ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഇഷ്യൂ കൊണ്ട് ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ഡെവലപ്പേഴ്സിന് ഇത് ഇൻഫോം ചെയ്തു, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്. പക്ഷെ അവർക്ക് ഇതല്ലാതെ വേറെ P1 ഇഷ്യൂസ് അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഇവർ പറഞ്ഞു ഞങ്ങൾ നെക്സ്റ്റ് സ്പ്രിന്റിലേക്ക് ഫിക്സ് ചെയ്യാം. നെക്സ്റ്റ് സ്പ്രിന്റ് വെച്ചാൽ ഒരു നെക്സ്റ്റ് 14 ഡേയ്സ് കഴിഞ്ഞിട്ട്. അപ്പൊ അത്രയും 14 ഡേയ്സ് നമ്മൾ ടെസ്റ്റ് കേസ് ഫെയിൽ ആവാൻ പാടുവോ? പറ്റില്ല. സോ അതുവരേക്കുള്ള ഒരു എന്താ പറയാ ടെമ്പററി ഫിക്സ് ആണ് നമ്മളുടെ ഈ എക്സ്പ്ലിസിറ്റ് വെയിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു തരത്തിലുള്ള വെയിറ്റും കൂടെ ഉണ്ട്, അതാണ് ഫ്ലൂവന്റ് വെയിറ്റ്. ഫ്ലൂവന്റ് വെയിറ്റ് So implicit, explicit and fluent weight. മൂന്ന് തരത്തിലുള്ള വെയിറ്റ്സ് ഉണ്ട്. ഫ്ലൂവന്റ് വെയിറ്റ് എന്ന് വെച്ചാൽ എക്സ്പ്ലിസിറ്റ് വെയിറ്റിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. അതായത് എക്സ്പ്ലിസിറ്റ് വെയിറ്റ് നമുക്ക് എത്ര തവണ എത്ര ഫ്രീക്വൻസിയിൽ വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞു മാം, അഡ്വാൻസ് ഫോം ഓഫ് അതായത് വേർഷൻ ഓഫ് എക്സ്പ്ലിസിറ്റ് വെയിറ്റ്. പിന്നെന്തോ മാം പറഞ്ഞത്? അതായത് നമ്മൾക്ക് ഇപ്പോൾ ഒരേ എക്സ്പ്ലിസിറ്റ് വെയിറ്റ് തന്നെ ഓരോ 5 സെക്കൻഡ്സും അപ്ലൈ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരത്തില്ലേ? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാറില്ല ഫ്ലൂവന്റ് വെയിറ്റിനെ. അതായത് ചില എലമെന്റ്സിന് ഇഷ്യൂസ് വരാം, അതായത് ഒന്ന് ബ്ലിങ്ക് ആയി പോകുന്ന ഇഷ്യൂസ് ഒക്കെ വരാം. ചില എലമെന്റ്സ് ഡെവലപ്പേഴ്സ് ചെയ്ത കോഡിന്റെ മിസ്റ്റേക്ക് കൊണ്ട് എന്ത് സംഭവിക്കാം, ചിലപ്പോ ഒരു തവണ വന്നു പക്ഷെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആവുമ്പോഴേക്കും പോയി.
അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? മൾട്ടിപ്പിൾ ടൈംസ് വെയിറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? എന്നാലല്ലേ നമ്മുടെ കോഡ് വർക്ക് ചെയ്യത്തുള്ളൂ. അത് മനസ്സിലായില്ല അതിന്റെ സിനാരിയോ. ഞാൻ പറഞ്ഞുതരാം. അത് വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ചില എലമെന്റ്സ് എന്ന് വെച്ചാൽ റിഫ്രഷ് ചെയ്യുമ്പോൾ ഇഷ്യൂ വരും. പേജ് റിഫ്രഷ് ചെയ്യുമ്പോൾ ചിലത് ലോഡ് ആവത്തില്ല. മനസ്സിലായോ? ചില പേജസ് ലോഡ് ചെയ്യുന്ന സമയത്ത് ചില പർട്ടിക്കുലർ എലമെന്റ്സ് ലോഡ് ആവാൻ ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ ലെറ്റ്സ് സേ നമ്മൾ എഴുതുന്ന റിഫ്രഷിന്റെ സിനാരിയോ ആണ് നമ്മൾ എഴുതുന്നു വിചാരിച്ചോ. പേജ് റിഫ്രഷ് ആവുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ സിനാരിയോ. ഓക്കെ. അപ്പൊ എനിക്ക് അവിടെ ലൊക്കേറ്റ് ചെയ്യേണ്ട എലമെന്റ് എന്ന് പറയുന്നത് ഈ ക്യാൻസൽ ബട്ടൺ ആണ്. ഓക്കെ. ആൻഡ് ഈ ക്യാൻസൽ ബട്ടൺ ഒരു ഇഷ്യൂ ഉണ്ട്. ദാറ്റ് ഇത് ഓരോ പേജ് റിഫ്രഷിനും ഒരു 5 seconds അഡീഷണലി എടുത്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾക്ക് എത്ര തവണ എക്സ്പ്ലിസിറ്റ് വെയിറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും? n number of times അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? സോ അങ്ങനെയുള്ള സിനാരിയോസിലെല്ലാം നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഫ്ലൂവന്റ് വെയിറ്റിനെ യൂസ് ചെയ്യാം. മനസ്സിലായോ? ഫ്ലൂവന്റ് വെയിറ്റ് വളരെ ലീസ്റ്റ് യൂസ്ഡ് ആണ്. പക്ഷെ എന്താ യൂസേജ് എങ്ങനെയാണ് വരുന്നത്? മനസ്സിലായടാ? ഓക്കെ. ഇനി നമ്മളുടെ പേജ് ക്ലാസ്സിലേക്ക് വരിക കേട്ടോ. ഓക്കെ. ഹോം പേജ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തോ. ഹോം പേജില് അപ്പൊ നമ്മൾക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാൻ. ഓക്കെ. നമുക്ക് ഒരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ പേജ് ക്ലാസ്സിൽ വന്നിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. പേജ് ക്ലാസ്സിലേക്ക് വരിക. ഹോം പേജിന്റെ അകത്ത് നമ്മുടെ സെൽഫ് ഡോട്ട് ഡ്രൈവർ കഴിഞ്ഞിട്ട് താഴെ കൊടുക്കുക. സെൽഫ് ഡോട്ട് വെയിറ്റ് യൂട്ടിലിറ്റി ഈക്വൽസ് വെയിറ്റ് പേജ് അല്ല, വെയിറ്റ് പേജ് യൂട്ടിലിറ്റി വരുന്നുള്ളൂ നമുക്ക്. നമ്മുടെ ക്ലാസിന്റെ നെയിമാണ് കൊടുക്കണ്ടേ? സെയിം നെയിം കൊടുത്തോ. W സ്മോൾ കൊടുത്താൽ മതിയേ. വെയിറ്റ് യൂട്ടിലിറ്റി ഈക്വൽസ് വെയിറ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. വെയിറ്റ് യൂട്ടിലിറ്റിക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. വെയിറ്റ് യൂട്ടിലിറ്റി W ക്യാപ്സ് കൊടുത്ത് നോക്കിക്കേ, സജഷൻ വരും. W ക്യാപ്സ് കൊടുക്കടാ. സോറി. വെയിറ്റ് യൂട്ടിലിറ്റി ഓഫ് സെൽഫ് ഡോട്ട് ഡ്രൈവർ ടൈപ്പ് ചെയ്തോ. ഓക്കെ. ഇനി എന്ത് ചെയ്യാ? നമ്മളുടെ ഇവിടെ നമുക്ക് ഏതാ ക്ലിക്കിന്റെ സിനാരിയോ വരുന്നേ? ഏതെങ്കിലും ക്ലിക്കിങ്ങിന്റെ സിനാരിയോ എടുക്കാം. ഇപ്പോ ലോഗൌട്ടിന്റെ ക്ലിക്ക് എടുക്കാം. ലോഗൌട്ടിന്റെ ക്ലിക്കിന് മുൻപ് ടൈപ്പ് ചെയ്യുക ലോഗൌട്ട് ഫീൽഡ് ഡോട്ട് ക്ലിക്കിന് തൊട്ട് മുൻപായിട്ട് അവിടെ ലോഗൌട്ട് ഫീൽഡിന്റെ ക്ലിക്കിന് മുൻപായിട്ട് അല്ലല്ല, അതിന്റെ അലൈൻമെന്റ് മാറ്റല്ലേ. കൺട്രോൾ സെറ്റ് അടിച്ച് കൺട്രോൾ സെറ്റ് അടിക്കുക. ലോഗൌട്ട് ഫീൽഡ് ഡോട്ട് ക്ലിക്ക് ഇല്ലേടാ നമ്മുടെ ലോഗൌട്ടിന്റെ. എല്ലാവരും ലോഗൌട്ടിന്റെ ക്ലിക്കിന് മുൻപ് ക്ലിക്ക് ചെയ്തോ. അവിടെ ടൈപ്പ് ചെയ്യാം വെയിറ്റ് യൂട്ടിലിറ്റി ഡോട്ട്
സെൽഫ് ഡോട്ട് വെയിറ്റ് യൂട്ടിലിറ്റി കേട്ടോ. അല്ല, സെൽഫ് ഡോട്ട് വെയിറ്റ് യൂട്ടിലിറ്റി എന്നാണ് നോക്കേണ്ടത്. സെൽഫ് ഡോട്ട് വെയിറ്റ് യൂട്ടിലിറ്റി. വെയിറ്റ് യൂട്ടിലിറ്റി ഡോട്ട് ഡോട്ട് വെയിറ്റ് അൺടിൽ ക്ലിക്കബിൾ. വെയിറ്റ് അൺടിൽ ക്ലിക്കബിൾ അല്ലേ? അവിടെ ഏതാ പാസ് ചെയ്യുക? ലോഗൗട്ട് ഫീൽഡ്. ലോഗൗട്ട് ഫീൽഡിനെ പാസ് ചെയ്യാം. സെൽഫ് ഡോട്ട് വെയിറ്റ് യൂട്ടിലിറ്റി ഓക്കെ. ഇതേപോലെ നമ്മളുടെ ബാക്കി 3 പേജ് ക്ലാസ്സസിലും ഏതെങ്കിലും ഒരു ബട്ടന്റെ ക്ലിക്കിന് മുകളിലായിട്ട് ഇതുപോലെ കോഡ് പ്ലേസ് ചെയ്യണം. ഇതിനകത്ത് തന്നെ അഡ്മിൻ ക്ലിക്ക് ഉണ്ടല്ലോ മാം. അഡ്മിൻ ക്ലിക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അഡ്മിൻ ക്ലിക്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഏത് വേണമെങ്കിൽ കൊടുക്കാം. അതിൽ അഡ്മിന്റെ കൊടുക്കണമെങ്കിൽ അഡ്മിൻ കൊടുക്കാം. ഏത് കൊടുത്താലും ലോഗൗട്ടിനും അഡ്മിനും കൊടുക്കാൻ പറ്റുമോ? 2 എണ്ണത്തിന് കൊടുക്കണ്ട, ഒറ്റ എണ്ണത്തിന് കൊടുത്താൽ മതി. അതായത് ആദ്യമേ നമ്മള് ഒരു യൂട്ടിലിറ്റിക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ പറയുന്ന വേരിയബിൾ എടുത്തേച്ച് വെയിറ്റ് അണ്ടിൽ ക്ലിക്കബിൾ എന്ന് പറഞ്ഞ സാധനം കൊടുക്കുക അല്ലേ? അതെ അതെ. ഞാനിപ്പോ തരുന്ന കോഡ് conf test py ഒന്ന് പ്ലേസ് ചെയ്യണേടാ. conf test py. conf test py ഇതല്ലേ? conf test py. അതിൽ റിപ്പോർട്ടർ അണ്ടർസ്കോർ ഫോൾഡർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, അവിടെ തൊട്ട് കേട്ടോ. റിപ്പോർട്ട് അണ്ടർസ്കോർ അവിടെ അതന്നെ അവിടെ തൊട്ട്. ക്രോസ് ബ്രൗസറിന്റെ താഴെ പ്ലേസ് ചെയ്തോ. ക്രോസ് ബ്രൗസറിന്റെ താഴെ നമ്മുടെ ക്രോസ് ബ്രൗസർ ടെസ്റ്റിങ്ങിന് കൊടുത്തതിന്റെ താഴെ കൊടുത്തോളാം. ഏറ്റവും താഴെ ബാക്ക് സ്പേസ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. മാം എവിടെയാണ് ക്രോസ് ബ്രൗസർ കഴിഞ്ഞ ബാക്ക് സ്പേസ് ഇനി കൊടുക്കാം. സേവ് ചെയ്ത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു എറർ കാണിക്കുന്നുണ്ടല്ലേ? സ്ക്രീൻഷോട്ട് യൂട്ടിലിറ്റിന്റെ അവിടെ. മാം ഒരു സെക്കൻഡ്, എവിടെയായിരുന്നു ഇത്? കോൺടെസ്റ്റ് ഫയലിനകത്ത് ക്രോസ് ബ്രൗസർ, അതിനകത്ത് yield ഡ്രൈവർ കഴിഞ്ഞിട്ടാണോ? yield ഡ്രൈവർ കഴിഞ്ഞിട്ട്, യെസ്. അത് കഴിഞ്ഞിട്ട് ഡ്രൈവർ ഡോട്ട് ക്വിറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ ഡോട്ട് ക്വിറ്റിന് താഴെ ഓക്കെ. എല്ലാരും ഇവിടെ വരെ എത്തിയോ? അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ. ഇതുവരെ എല്ലാവരും എത്തിയോ? ഇനി യൂട്ടിലിറ്റീസിൽ വന്നിട്ട് സ്ക്രീൻഷോട്ട് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യാം. യൂട്ടിലിറ്റീസിൽ വരിക, സ്ക്രീൻഷോട്ട് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യാം.
യൂട്ടിലിറ്റി സ്ക്രീൻഷോട്ട് യൂട്ടിലിറ്റി. സ്ക്രീൻഷോട്ടോ? ഇത് അതേ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ സെയിം കേസിൽ കൊടുക്കുക കേട്ടോ. സ്ക്രീൻഷോട്ടിന്റെ എസ് സ്മോൾ, രണ്ടാമത്തെ എസ് സ്മോള്, ഫസ്റ്റ് എസ് ക്യാപ്സ്. അയ്യോ, സ്ക്രീൻഷോട്ട് യൂട്ടിലിറ്റി ഡോട്ട് പി വൈ. ഓക്കെ, അവിടെ ഞാൻ ഈ തന്ന കോഡ് പ്ലേസ് ചെയ്യാം കേട്ടോ. മാം ഒന്നുകൂടെ പറയൂ. screenshot.py ആണോ? സ്ക്രീൻഷോട്ട് യൂട്ടിലിറ്റി ഡോട്ട് പി വൈ. ചെയ്തോടാ? സ്ക്രീൻഷോട്ട് യൂട്ടിലിറ്റി ഡോട്ട് പി വൈ ക്രിയേറ്റ് ചെയ്തോ? സുബിറ്റ് ക്രിയേറ്റ് ചെയ്തോടാ? ക്രിയേറ്റ് ചെയ്തു മാം. ഓക്കെ, ഇമ്പോർട്ടേഴ്സ് ആണോ? ഇമ്പോർട്ട് ഓയിൽസ് തൊട്ട് തന്നെ. സേവ് ചെയ്യാം കേട്ടോ. ഇനി സേവ് ചെയ്യാം. എന്നിട്ട് കോൺഫ് ടെസ്റ്റിൽ പോയി നോക്കിയാൽ റിസോൾവ് ആയോന്ന്. കോൺഫ് ടെസ്റ്റ് പി വൈയില് ഇല്ല മാം. ഞാൻ ഇമ്പോർട്ട് ചെയ്തേ. സ്ക്രീൻഷോട്ട് യൂട്ടിലിറ്റിന്റെ അവിടെ അവിടെ ക്ലിക്ക് ചെയ്താൽ സ്ക്രീൻഷോട്ട് യൂട്ടിലിറ്റി ഇമ്പോർട്ട് ചെയ്തേ. ഇനി ചെയ്യണം മാം? ഒറ്റ തവണ ഇമ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതുവരെ എല്ലാവരും എത്തിയോ? എത്തി മാം. ഓക്കെ, ഇനി ഇപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ ചെയ്തു? സ്ക്രീൻഷോട്ട് യൂട്ടിലിറ്റി ചെയ്തു. ഇതിന്റെ കോഡൊക്കെ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. പഠിക്കണ്ട, എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് യൂട്ടിലിറ്റിന്റെ ഒക്കെ. ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി അല്ലേ? അതെ, സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണത്. അതുകൊണ്ടാണ് ഞാൻ യൂട്ടിലിറ്റി ആക്കി തന്നത്. അപ്പൊ മാം, നമ്മൾ തന്നെ ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പേജ് അത് വേറൊന്നിലാക്കിയിട്ട് അതിനകത്ത് ഇട്ടാൽ മതി യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു. മതി. ഏതാ മാം? ഈ സ്ക്രീൻഷോട്ട് യൂട്ടിലിറ്റിയുടെ പേജ് അല്ലേ? അതെ. നിങ്ങൾക്ക് ഇപ്പൊ വേറെ പ്രൊജക്ട് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇത് ഇവിടെ കൊടുത്തിട്ട് കോൺഫ്ലക്സ് പി വൈയിലേക്കൊക്കെ ഹുക്ക് ആയിട്ട് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? വെയിറ്റ് നോക്കി, സ്ക്രീൻഷോട്ട് നോക്കി, റിപ്പോർട്ട് എടുത്തു അല്ലെ? റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അതിന്റെ അപ്ഡേറ്റഡ് കോഡ് തന്നു എന്ന് മാത്രം. ഓക്കെ, അപ്ഡേറ്റ് കോഡ് തന്നില്ലല്ലോ. അതാ ഞാൻ ആദ്യം കോൺഫ്ലക്സ് പി വൈയിൽ തന്ന കോഡ് ഇല്ലേടാ? കോൺഫ്ലക്സ് പി വൈയിൽ പേസ്റ്റ് ചെയ്ത് റിപ്പോർട്ടിന്റെ അപ്ഡേറ്റഡ് കോഡാണ്. റിപ്പോർട്ട് ഫോൾഡറിന്റെ കോഡ്. യെസ്. ഇനി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇനി ഒരു പണിയുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസിന്റെ ചെയിനിങ് പറഞ്ഞു തരും. അടുത്തൊരു ക്ലാസ്സിന്റെ നിങ്ങൾ ചെയ്തിട്ട് വരണം. ഓക്കെ, ക്ലാസിന്റെ എന്ത് പറഞ്ഞു തരും? ചെയിനിങ് എങ്ങനെയാ ചെയ്യാന്നും ഡീറ്റെയിൽസ് ഞാനിപ്പോ പറഞ്ഞു തരും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നാളേക്കുള്ള വർക്കാണ് അതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, അതിന്റെ മുന്നേ എല്ലാവരുടെയും കോഡ് ഞാനിപ്പോ ഈ പറഞ്ഞത് വരെ കംപ്ലീറ്റ് ആണോ? പേജ് ഒബ്ജക്ട് മോഡല്, പേജ് ഫാക്ടറി, ഇത്രയും കംപ്ലീറ്റഡ് ആണോ? ശിഖ കംപ്ലീറ്റഡ്. അജിത്ര, സുബിറ്റി, ഡയാന കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, ഫൈൻ. എങ്കിൽ നമുക്ക് ചെയിനിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ പ്രൊജക്ട് സ്ട്രക്ചർ ഒന്ന് ഒതുക്കിയതിന്റെ ശേഷം 1-2 പ്ലഗിൻസ് കൂടെ പറയാം. 1-2 പ്ലഗിൻസ് കൂടെ ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ടെസ്റ്റ് ലോഗിനും അതുപോലെ ലോഗിൻ പേജും 2 പേജസ് മാത്രം ഓപ്പൺ ചെയ്ത് വെച്ച് ബാക്കി എല്ലാം ക്ലോസ് ചെയ്യാം. ടെസ്റ്റ് ലോഗിനും
ലോഗിൻ പേജ്. ടെസ്റ്റ് ലോഗിൻ. ഓക്കെ. ഓക്കെ, ഇതില് ലോഗിൻ പേജ് എടുത്തേടാ. ലോഗിൻ പേജ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മൂന്ന് എലമെന്റ്സ്, അതായത് യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ സൈൻ ഇൻ ബട്ടൺ അല്ലേ? ഈ 3 എലമെന്റ്സും എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലോഗിൻ പേജിൽ തന്നെയാണോ? അതെ അതെ അതെ. സോ ഞാൻ ചെയിനിങ് ചെയ്യുമ്പോൾ മെയിൻലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 റൂൾസ് ആണുള്ളത്. ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിന്റെ UI ഇല്ലേ, വെബ്സൈറ്റിന്റെ UIനെ കമ്പയർ ചെയ്ത് നോക്കുക. ആൻഡ് നമ്മളുടെ പേജ് ക്ലാസ്സിൽ എഴുതിയിട്ടുള്ള ഓരോ എലമെന്റ്സും അതേ ലോഗിൻ പേജിലുള്ളത് തന്നെയാണോ? ഇപ്പൊ നമ്മൾ ലോഗിൻ പേജ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മളുടെ ലോഗിന്റെ URL ഓപ്പൺ ചെയ്ത് വരുമ്പോ കാണുന്ന പേജിൽ കാണുന്ന എലമെന്റ്സ് മാത്രമാണോ ഇവിടെ ഉള്ളത്? ആദ്യം നോക്കേണ്ട കാര്യം. ഇവിടെ യൂസർ നെയിം, പാസ്വേഡ്, സൈൻ ഇൻ മൂന്നും എവിടെയുള്ളതാണ്? ഈ നമ്മുടെ ലോഗിൻ പേജിന് തന്നെ UIൽ ഉള്ളതാണ് അല്ലേ? ഓക്കെ. അപ്പോ അങ്ങനെയുള്ള സിനാരിയോസിൽ ഇതേ പേജ് ക്ലാസ്സിൽ തന്നെയാണ് നമ്മളുടെ കോഡ് വരേണ്ടത്. അതിന് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഇനി ലെറ്റ്സ് സേ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു എലമെന്റ് കിടക്കുന്നത് ഹോം പേജിലാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ അഡ്മിൻ പേജിൽ ഒരു ടൈൽ ഉണ്ട് ഇല്ലേ? ഏതാ നമ്മൾ അഡ്മിൻ പേജിൽ നമ്മളൊരു ടൈൽ എഴുതിയിട്ടുണ്ട്, അഡ്മിൻ ടൈൽ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഇല്ലേ? ആ അഡ്മിൻ ടൈൽ ഫിസിക്കലി എവിടെയാ പ്രസന്റ് ആയിരിക്കുന്നേ? അതാ അഡ്മിൻ പേജിനകത്ത്. അഡ്മിൻ പേജ് ഏതാ? നമ്മൾ അഡ്മിന്റെ ടൈൽ ക്ലിക്ക് ചെയ്തതിന്റെ ശേഷം വരുന്നതാണ് അഡ്മിൻ പേജ് അല്ലേ? ഇത് ക്ലിക്ക് ചെയ്യാൻ നമ്മൾക്ക് ഈ ക്ലിക്ക് ചെയ്യാനുള്ള ടൈൽ ഏത് പേജിലാ കിടക്കുന്നേ? ഹോം പേജിൽ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ പ്രിൻസിപ്പിൾ വെച്ചിട്ട് അതെവിടെയാ അപ്ലൈ ചെയ്യേണ്ടി വരിക? ഈ ടൈൽ എവിടെയായിരിക്കും ആഡ് ചെയ്യേണ്ടി വരിക? ഹോം പേജിൽ. കറക്റ്റ്. അതായത് ഓരോ പേജിലും കാണുന്ന എലമെന്റ്സ് അതാത് എലമെന്റ്സിന്റെ ലൊക്കേറ്റേഴ്സ് ആ പേജ് ക്ലാസ്സിൽ വേണം വരാൻ. അപ്പൊ നമ്മുടെ ഈ കേസിൽ ലോഗിൻ പേജ്, നമ്മുടെ ഈ സിനാരിയോയിലേക്ക് വരാൻ ലോഗിൻ പേജ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ യൂസർ നെയിം, പാസ്വേഡ്, സൈൻ 3 ലൊക്കേറ്റേഴ്സിന് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ 3 ലൊക്കേറ്റേഴ്സും കൺസിസ്റ്റ് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ലോഗിന്റെ URL തന്നെയാണ്. സോ നമ്മൾക്ക് അതിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സെക്കൻഡ് റൂൾ, രണ്ടാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു URLലെ ഈ ഒരു എലമെന്റിന്റെ മേലെ ഒരു ആക്ഷനെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇന്ററാക്ഷൻ ഞാൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വേറെ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ. ഏതിനാണ് നാവിഗേറ്റ് ചെയ്യുന്നത് പറഞ്ഞേ? ഇതിപ്പോ ഹോം പേജിലോട്ട് നാവിഗേറ്റ് ചെയ്യും. എപ്പോഴാ നാവിഗേറ്റ് ചെയ്യുക? സൈൻ ഇൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലേ? അപ്പോ സൈൻ ഇൻ എന്ന് പറഞ്ഞ ബട്ടണ് നമ്മൾ എഴുതിയിട്ടുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യേണ്ടത് ഏത് പേജിനെയാണോ റിട്ടേൺ ചെയ്യുന്നത്? ഇവിടെ ഹോം പേജിനെ റിട്ടേൺ ചെയ്യുന്നു അല്ലേ? ഇവിടെ ഏത് പേജിനെ റിട്ടേൺ ചെയ്യുക? സൈൻ ഇൻ എന്ന് പറഞ്ഞ ബട്ടൺ ഹോം പേജിനെയാണ് റിട്ടേൺ ചെയ്യുക അല്ലേ? അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇല്ല. അപ്പൊ ആ ഒരു ഹോം പേജിനെയാണ് നമ്മൾ ക്ലിക്ക് സൈൻ ഇൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി യൂസർ നെയിമോ പാസ്വേഡോ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ വേറെ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് സെൽഫിനെ വേണം റിട്ടേൺ ചെയ്യാൻ. ക്ലിയർ? അതായത് ഒന്നും റിട്ടേൺ ചെയ്യാത്തത് സെൽഫിനെ റിട്ടേൺ ചെയ്യണം.
അല്ലാത്തത് എന്തിനെ റിട്ടേൺ ചെയ്യണം? അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേജസിന് റിട്ടേൺ ചെയ്യണം. ഇപ്പൊ സൈൻ ഇൻ എന്ന് പറഞ്ഞ ബട്ടൺ ആരെ റിട്ടേൺ ചെയ്യേണ്ടി വരും? അപ്പോ ഹോം പേജിന് റിട്ടേൺ ചെയ്യേണ്ടി വരും. കറക്റ്റ്. ഒരു കാര്യം ചെയ്തേ, എൻ്റർ യൂസർ നെയിമിൽ യൂസർ നെയിം ഡോട്ട് സെൻഡ് അണ്ടർസ്കോർ കീസ് കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചേ. അവിടെ എന്താ റിട്ടേൺ ചെയ്യേണ്ടി വരിക? യൂസർ നെയിം റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് എന്താ കൊടുക്കേണ്ടി വരിക? സെൽഫ് ആണോ പുതിയൊരു പേജിനെയാണോ? സെൽഫ്. റിട്ടേൺ സെൽഫ് കൊടുത്തേ. എവിടെ? സെൽഫ് ഡോട്ട് ഇല്ല, വെറും സെൽഫ്. സെൽഫ് മാത്രം, ഡോട്ട് ഇല്ലടാ. ഓക്കെ. എന്റർ പാസ്വേഡോ? എന്റർ പാസ്വേഡ് എന്താ റിട്ടേൺ ചെയ്യണ്ടേ? സെൽഫ്. റിട്ടേൺ ചെയ്യിച്ചോ. ഇനി ഇവിടെ എന്താ റിട്ടേൺ ചെയ്യേണ്ടി വരിക? ക്ലിയർ സൈൻ എന്താ റിട്ടേൺ ചെയ്യേണ്ടി വരിക പറഞ്ഞേ? ഹോം പേജ്. ഹോം പേജ്. അപ്പൊ റിട്ടേൺ ഹോം പേജ് കൊടുത്തോ. ഹോം പേജ് സെൽഫ് കൊടുക്കണം. ഹോം പേജിന് സെൽഫ് കൊടുക്കരുത്. ഹോം പേജിന് സെൽഫ് കൊടുക്കണ്ട. അല്ല, ഇവിടെ ഒരു എറർ അടിച്ചു എനിക്ക്. അവിടെ എന്താ പാസ് ചെയ്യേണ്ടത് പറഞ്ഞേ? ഹോം പേജ് റിട്ടേൺ ഹോം പേജ് കറക്റ്റാ. റിട്ടേൺ ഹോം പേജ് ഏതൊരു കറക്റ്റ് ആണ്. ബ്രാക്കറ്റ്സിൽ എന്താ പാസ് ചെയ്യേണ്ടി വരിക? ഹോം പേജിന്റെ നമ്മൾ ഈ ഹോം പേജും ലോഗിൻ പേജും എല്ലാം ക്രിയേറ്റ് ചെയ്തപ്പോ ഒരു കൺസ്ട്രക്ടർ എഴുതിയിട്ടുണ്ട് മോളിൽ അല്ലേ? കൺസ്ട്രക്ടർ ഏത് പാരാമീറ്ററിനെ എടുക്കുന്നേ? സെൽഫും ഡ്രൈവറും. സെൽഫിനെ സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കണ്ട, പക്ഷെ ഡ്രൈവറിനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്ത് പാസ് ചെയ്യും? ഹോം പേജ് ഓഫ് സെൽഫ് ഡോട്ട് ഡ്രൈവർ. മനസ്സിലായോ? നിങ്ങൾക്കപ്പോ ഉള്ള വർക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഹോം പേജിലും അഡ്മിൻ പേജിലും മാനേജ് ന്യൂസിലും 3 ക്ലാസ്സസ് ഉണ്ടല്ലോ നമുക്ക്. ഈ 3 ക്ലാസ്സസിലും ഞാൻ പറഞ്ഞ 3 റൂൾസ്. ഫസ്റ്റ് റൂൾ എന്താണ്? എലമെന്റ് ലൊക്കേറ്റഡ് should be present in the respective page class. അത് ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? അത് ഇല്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ദയാന, സുബിറ്റി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഡൗട്ട് ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ. സെക്കൻഡ്, if the element doesn't return a new page, return self. 3, if the element returns a new page, return the object of the page. ഈ 3 റൂൾസും ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ നാളേക്ക് ചെയ്തു വരേണ്ട കാര്യം, നമ്മുടെ ബാക്കി 3 പേജസിൽ, അതായത് അഡ്മിൻ പേജ്, ന്യൂസ് പേജ്, അതുപോലെ ഹോം പേജ്, ഈ 3 പേജസിലുള്ള എല്ലാ എലമെന്റ്സിലും ഈ റൂൾസ് അപ്ലൈ ചെയ്ത് വെക്കുക. മാം, ഈ 3 റൂൾസ് എന്തിനായിരുന്നു? 3 റൂൾസ് ഫോർ ചെയിനിങ്. ഈ ചെയിനിങ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്പർ ഓഫ് ലൈൻസ് ടു ബി എക്സിക്യൂട്ടഡ് കുറയ്ക്കാനാണ്. എങ്ങനെ അത് എക്സിക്യൂഷൻ ലൈൻ കുറയ്ക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഇപ്പോ ഇനിയും നിങ്ങൾക്ക് അതിൽ അഡ്മിൻ യൂസേഴ്സ് എടുക്കാം.
അവിടെ എത്തും അഡ്മിൻ യൂസേഴ്സും മാനേജ് ന്യൂസും എത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതിലേക്ക് പോവാം. അഡ്മിൻ യൂസേഴ്സ് എടുത്തേടാ, ഇത് ക്ലോസ് ചെയ്തേക്കട്ടെ. ക്ലോസ് ചെയ്തേക്ക്. ഇതിൽ ഫസ്റ്റത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിക്കേ. യെസ്, ഇവിടെ റിൻറ്റുവിന്റെ കേസിൽ അഡ്മിൻ യൂസർ ലൊക്കേറ്റർ, അതായത് നമ്മൾ അഡ്മിന്റെ ടൈല് ക്ലിക്ക് ചെയ്യുന്നില്ലേ ഏറ്റവും ആദ്യം, അഡ്മിന്റെ ടൈല് ക്ലിക്ക് ചെയ്യുന്ന പാർട്ട്. ഈ അഡ്മിന്റെ ടൈൽ എവിടെയാ ശരിക്കും കിടക്കുന്നേ? ഹോം പേജിൽ. അപ്പോൾ ഈ സെൽഫ് ഡോട്ട് അഡ്മിൻ യൂസർ ലൊക്കേറ്ററും അതുപോലെ ക്ലിക്ക് അഡ്മിൻ യൂസറും എവിടെ വരണം? മാം ഒരു സെക്കൻഡ്, നമ്മള് അഡ്മിന്റെ പേജിനകത്ത്, അതായത് അഡ്മിന്റെ ഫയലിനകത്ത് അഡ്മിൻ ടൈല് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നിടത്ത് അല്ലേ ക്ലിക്ക് ചെയ്യുന്നത്. ആ ക്ലിക്ക് ചെയ്യുന്ന കോഡ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് റൂൾ വെച്ച് എവിടെ അപ്ലൈ ആവണം? അതായത് ഇത് ഞാൻ എടുത്ത് കൊണ്ടുപോയി ഹോം പേജിൽ എന്നാണ് മാം പറഞ്ഞത്. കറക്റ്റ്. ഇതിനെ നമ്മൾ എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം? ഹോം പേജിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. ഹോം പേജിൽ. അതായത് ഇപ്പൊ ഞാനൊന്ന് ചെയ്തോട്ടെ മാം, എനിക്കൊരു കട്ട് ചെയ്തു. ഹോം പേജിൽ പോവാ, അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. ഹോം പേജില് നമ്മളെ ഇത് കഴിഞ്ഞിട്ട് അവിടെയല്ല, താഴെ ഇത് ലാസ്റ്റ് പ്ലേസ് ചെയ്തോ. ബാക്ക് സ്പേസ്. ഇനി ഈ അഡ്മിൻ യൂസർ ലൊക്കേറ്ററിനെ അവിടെ നിന്ന് എടുത്തേ. അഡ്മിൻ യൂസേഴ്സിൽ വരിക, അതിന്റെ ലൊക്കേറ്റർ മുകളിൽ ലൈൻ നമ്പർ 8 ആ ലൊക്കേറ്ററിനെ എങ്ങെടുത്തേ? മാം ഇതിന്റെ അവസാനം വരെ പോകുന്നത് എങ്ങനെയാണ്? അതങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. എന്നിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് എവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം? ഇതിന്റെ മേളിൽ കൊണ്ട് പ്ലേസ് ചെയ്യണ്ടേ? യെസ്, ഈ കൺസ്ട്രക്ടറിന്റെ മേലെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. ഞാനിപ്പോ ഇത് കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്യുമോ അതോ ഇതിന്റെ അടിയിൽ പ്ലേസ് ചെയ്യണം? എവിടെ പ്ലേസ് ചെയ്താലും കുഴപ്പമില്ല. ക്ലിയർ ആണോ? മാം ക്ലിയർ അല്ല, എനിക്കൊന്ന് പറഞ്ഞുതരുമോ? മീൻസ് എന്റേത് ഞാൻ ഷെയർ ചെയ്തിട്ട് എനിക്കൊന്ന് പറഞ്ഞുതരും. ഓക്കെ, അന്ന് ഞാൻ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാം. അജിത്ര, സുബിറ്റി, നിങ്ങക്ക് ക്ലിയർ ആവുണ്ടോടാ? അതോ ഡൗട്ട് ഉണ്ടോ? കുഴപ്പമില്ല മാം, ക്ലിയർ ചെയ്ത് നോക്കുമ്പോ അറിയാം. ഓക്കെ, ചെയ്ത് നോക്കുമ്പോ കിട്ടുന്നില്ലേ എനിക്ക് പിങ് ചെയ്യാട്ടോ. ഓക്കെ, ഇത് അഡ്മിൻ ടെസ്റ്റ് അല്ലടാ, ഇത് എടുക്ക്, പേജ് ക്ലാസ് എടുക്ക്. ഓക്കെ, ഇതിനകത്ത് അഡ്മിൻ ടൈല് ഏതാണ്? ഫസ്റ്റ് അഡ്മിൻ യൂസർ അല്ലേ? അഡ്മിൻ യൂസർ അല്ലേടാ? യെസ്, അഡ്മിൻ യൂസർ. അതെ, ക്ലിക്ക്. അതെ, ഇത് അതെ. അപ്പൊ ആദ്യം ആ ഫംഗ്ഷൻ കോപ്പി എടുത്തേ, കട്ട് എടുത്തിട്ട് കട്ട് ചെയ്യണോ? കട്ട് ചെയ്തോ അവിടുന്ന്. അവിടെ ഈ കോഡ് ആവശ്യമില്ല, ഇനി കട്ട് ചെയ്യും. ഓക്കെ, ഹോം പേജിലേക്ക് വരാം. ഹോം പേജിൽ വന്ന് ക്ലിക്ക് ലോഗൗട്ട് കഴിഞ്ഞ് ബാക്ക് സ്പേസ്. യെസ്. ഇനി ആ ലൊക്കേറ്ററിനെ എവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം? ഈ അഡ്മിൻ യൂസർ ലൊക്കേറ്റർ എടുക്കുന്നില്ലേ നമ്മുടെ കൺസ്ട്രക്ടറിന്റെ അകത്ത്? ഇവിടുത്തെ ലോഗൗട്ട് ലൊക്കേറ്റർ കഴിഞ്ഞിട്ട്. യെസ്, കറക്റ്റ്. ഓക്കെ, അഡ്മിൻ പേജിൽ വന്ന് അഡ്മിൻ യൂസർ self.admin user. ഓക്കെ, ഇത് അതും കട്ട് ചെയ്യട്ടെ ഞാൻ? കട്ട് ചെയ്തോ. അങ്ങനെയാണല്ലേ? ഓക്കെ, സെയിം വേ നിങ്ങൾക്ക് മാനേജ് ന്യൂസിലും ചെയ്യാനുണ്ടാവും. ന്യൂസ് പേജിൽ ഇതുപോലൊരു ടൈല് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ ഇനി എന്ത് ചെയ്യണം? സെൽഫ് കൊടുക്കേണ്ടതെന്ന് സെൽഫ് കൊടുക്കുക, പേജ് റിട്ടേൺ എടുത്ത് പേജ് റിട്ടേൺ ചെയ്യാം. അത് നാളേക്ക് ചെയ്തു വെക്കണം. ഓക്കെ മാം, ഒന്നും കൂടെ പറയാം എന്തൊക്കെയായിരുന്നു ഹോംവർക്ക്? സെൽഫ് റിട്ടേൺ ചെയ്യുന്നിടത്ത് സെൽഫ് റിട്ടേൺ ചെയ്യാം.
ഒബ്ജക്റ്റ് പേജിന്റെ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യേണ്ടടുത്ത് പേജിന്റെ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുക. പിന്നെ ഐറ്റംസ് എലമെന്റ്സ് ഏതെങ്കിലും മൂവ് ചെയ്യാൻ വേറെ പേജിലേക്ക് മൂവ് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ മൂവ് ചെയ്യാം. ഓക്കെ മാം ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ഓക്കെ ഒരു സംശയ നിവാരണം നടത്താനായിട്ടാണ് ക്വിക്കലി. ഓക്കെ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഞാൻ മൊത്തത്തിൽ നട്ടപ്പരാന്ത് എടുത്ത് നടക്കും. അതായത് പറയൂ. മാം ഇപ്പൊ ഞാനിപ്പോ ഹോം പേജിൽ വന്നു. ഓക്കെ, ഹോം പേജില് ഇവിടെ എന്താണ് നമ്മളിവിടെ ഹോം പേജിൽ കയറിയിട്ട് അഡ്മിൻ ക്ലിക്ക് ചെയ്തു. അഡ്മിൻ എന്ന് പറഞ്ഞ സംഗതി ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഈ അഡ്മിൻ സംഗതി ക്ലിക്ക് ചെയ്യുമ്പോ എവിടെ തന്നെയാണ് അഡ്മിന്റെ അവിടെ തന്നെയല്ലേ പോണേ. അപ്പൊ നമ്മൾ സെൽഫ് ഒന്ന് കൊടുക്കാം. ലോഗൗട്ട് കൊടുക്കുമ്പോ നമ്മൾ പോണത് ലോഗിൻ പേജിലേക്കാണ്. ലോഗിൻ പേജിന് റിട്ടേൺ ചെയ്യണം. അല്ല മാം, അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് റിട്ടേൺ ലോഗിൻ പേജ് സെൽഫ് ഡോട്ട് ഡ്രൈവർ എന്ന് കൊടുക്കുക. ശരിയല്ലേ? ശരിയല്ലേ? ഒന്ന് കൺഫ്യൂഷൻ മാറാൻ വേണ്ടിട്ട് മാത്രമാണ്. ഇനി നമ്മൾ ക്ലിക്ക് അഡ്മിൻ യൂസേഴ്സ് കൊടുക്കുമ്പം എങ്ങോട്ട് പോകും? അഡ്മിൻ നമ്മുടെ ഹോം പേജിലുള്ള അഡ്മിൻ യൂസർ എന്ന് പറഞ്ഞ ടൈല് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാണോ പോണത് അത് ക്ലിക്ക് ചെയ്യുക. അത് അങ്ങനെ പറഞ്ഞ അഡ്മിൻ യൂസേഴ്സിലാണ് പോണേ. അപ്പം റിട്ടേൺ അഡ്മിൻ യൂസേഴ്സ് സെൽഫ് ഡോട്ട് ഡ്രൈവർ. ശരിയാണോ മാം? അത് മതി. കിട്ടി. ഓക്കെ മാം. എല്ലാവരും ചെയ്തിട്ട് വരും കേട്ടോ. ഓക്കെ മാം. താങ്ക് യു. ഓക്കെ മാം.